ഇന്ന് ഷെയ്ബ കിച്ചണിൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു പുട്ടും കടലയാണ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണോ ഈ ഒരു കടലക്കറി എന്നുള്ളത് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. രാവിലെയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തായാലും മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറുതാണ്, ചെറിയ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. വലിയ പീസായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് തന്നെ നമ്മളിതാ ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു തക്കാളി ഇതുപോലെ തന്നെ വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കൂടുതൽ അരിഞ്ഞു പോവണ്ട, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിതാ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിതാ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. മിക്സാക്കി കൊടുക്കുക. കാരണം ഈ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇതാ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മളൊന്ന് ചതച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ആയി കിട്ടും. നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, കുട്ടികളൊക്കെ അത് കഴിക്കുകയും ചെയ്യത്തില്ല. പിന്നെ കറിയിൽ ഇങ്ങനെ വേറെ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ചതച്ചിട്ട് എടുക്കുമ്പോൾ കറിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ വയറ്റിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒന്നത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന മുന്നേ നമുക്കൊന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി ചില്ലിയാണ് ഇത്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മാത്രം മതി, കൂടുതലായി പോകണ്ട. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു എണ്ണയിൽ കിടന്ന് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതാ കടല വേവിച്ചത് ഇട്ട് കൊടുക്കണം. ഞാനിതാ കടല വേവിച്ചെടുത്തിട്ടുണ്ടേനെ. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് കൊടുത്തതാണ്. വേറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കടല കുതിർത്ത് വെച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് ഒരു 5 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ കടല ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് അവിടെ വെച്ച് കൊടുക്കാം. ഇനി ഇതാ കടല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എനിക്കിപ്പോൾ ഇത് പുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോ ദോശയോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കൊന്ന് ഫ്രൈ പോലെ ആവുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം.
അപ്പോൾ ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കി കൊടുക്കാം. ഞാനിതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു മുറി തേങ്ങേൻ്റെ ഒരു കാഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ അത്രയും വേണ്ടൂ നമുക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ എന്താ പറയുക, കടലയും കുറച്ച് മതി, തേങ്ങ വളരെ കുറച്ച് മതി. ഒരു 3-4 പീസ് മാത്രമേ തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നെ കടലയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, കറിക്ക് നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. എന്നിട്ടൊന്ന് തിളച്ചോട്ടെ. കറി ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾ. പെട്ടെന്ന് തന്നെ കഴിയും നമുക്ക്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാനിതാ തീ ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ പുട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തേങ്ങൻ്റെ ആ വെള്ളം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുട്ടിനുണ്ടാവാൻ. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ. ഇങ്ങനെ എന്തായാലും നമ്മൾ തേങ്ങ ഉണ്ടാക്കുമല്ലോ, തേങ്ങ എന്തായാലും പുട്ടിന് വേണ്ടിയിട്ട് എടുക്കുമല്ലോ. ആ സമയത്ത് നമ്മൾ അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് കുഴച്ച് കൊടുത്താൽ മതി. As the chemicals they take us higher. The night's young and it's just begun. As she puts her hand in mine.